കഴിഞ്ഞ 151 എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 134 മാർപ്പാപ്പ ബെനഡിക്റ്റ് ആറാമൻ മാർപ്പാപ്പയുടെ കാലത്തെ സംഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിൽ ആ മാർപ്പാപ്പയുടെ കാലത്തുള്ള പ്രസിദ്ധനായ വിശുദ്ധൻ്റെ ചരിത്രമാണ് നമുക്ക് അനാവരണം ചെയ്യേണ്ടത്. അത് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രൊസീജിയർ അനുസരിച്ച് സഭയുടെ സിനഡ് കൂടി, പ്രാദേശിക സിനഡ് കൂടി വിശുദ്ധനെപ്പറ്റി പഠിച്ച ശേഷം വിശുദ്ധനായി പ്രഖ്യാപിച്ച ഉൾറിക് എന്ന് പറയുന്ന വിശുദ്ധനാണ്. അതിനു മുമ്പ് സഭ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കും. അവരെപ്പറ്റി അന്വേഷണം നടത്താതെ തന്നെ പ്രഖ്യാപിച്ചെന്നിരിക്കും. ഈ ഉൾറിക് എന്ന് പറയുന്ന വിശുദ്ധൻ AD 896 ജനിച്ച് 973 മരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഉൾഡോറിക് എന്നായിരുന്നു. മെത്രാനായ ശേഷമാണ് ഈ ഉൾറിക് എന്ന പേര് വരുന്നത്. അദ്ദേഹം ജർമ്മനിയിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഹുക്ബാൾഡിൻ്റെ മകനായിരുന്നു. ഹുക്ബാൾഡിൻ്റെ മകനായി അദ്ദേഹം ചെറുപ്പത്തിൽ വളർന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ടായി. അധികാലമൊന്നും ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ എന്നെ പറഞ്ഞു. പക്ഷേ ഈശ്വരൻ്റെ ഒരു വലിയ അത്ഭുതത്തിൽ ഈ കുട്ടി ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ദീർഘനാൾ ജീവിച്ചിരുന്നു. ഒരു 80 വയസ്സിനടുത്ത് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ദൈവം ഇടപെട്ട് പരിഹരിച്ചപ്പോൾ രാജകുടുംബാംഗമാണെങ്കിൽ പോലും ഉൾറിക്കിന് ക്രൈസ്തവ സഭയിൽ ഒരു പുരോഹിതനാവണം എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ഉൾറിക്ക് വീട്ടിൽ നിന്ന് അനുവാദം ചോദിച്ചു. രാജാവ് പറഞ്ഞു, പൊക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല, നിനക്കതാണ് വഴിയെങ്കിൽ നീ പൊക്കോളൂ, നിൻ്റെ ജീവൻ ഈശ്വരൻ രക്ഷിച്ചതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നേരെ ഗോളിൽ വന്ന് അവിടുത്തെ പ്രസിദ്ധമായ ആശ്രമത്തിൽ അംഗമായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിശുദ്ധമായ ജീവിതവും പുരോഹിതനും നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ഓസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രസിദ്ധനായ ബിഷപ്പ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കി അദ്ദേഹത്തിന് അച്ഛൻ പട്ടം കൊടുത്തു. അച്ഛൻ പട്ടം കൊടുത്ത് അദ്ദേഹം അച്ഛനായി ഇങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് നാട്ടിൽ പോയി ഒരു ആശ്രമം താമസിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ആശ്രമം ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായെങ്കിലും മാർപ്പാപ്പ പറഞ്ഞു, നിന്നെപ്പോലെ ഒരാളിനെ അങ്ങനെ ഒരു സന്യാസിയായി വെറുതെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് അച്ഛനെ വിളിച്ചു വരുത്തി മാർപ്പാപ്പ ഓസ്ബർഗിലെ ബിഷപ്പായി വാഴിച്ചു. ഉൾറിക്കിനന്ന് 28 വയസ്സേ ഉള്ളൂ. 28 വയസ്സുള്ള തന്നെ ബിഷപ്പായി വാഴിച്ചപ്പോഴേക്കും ഉൾറിക്ക് അമ്പരന്ന് പോയി. പക്ഷേ ഉൾറിക്ക് പറഞ്ഞു, മാർപ്പാപ്പയെ ഞാൻ ധിക്കരിക്കുന്നില്ല, മാർപ്പാപ്പ ഉത്തരവിട്ടതല്ലേ, ഞാൻ ബിഷപ്പ് ആയി ചാർജെടുക്കാമെന്ന് പറഞ്ഞു. 28 വയസ്സിൽ ഉൾറിക്ക് ബിഷപ്പായി ചാർജെടുത്തു. അദ്ദേഹം ചാർജെടുത്ത് തന്നെ പഠിപ്പിച്ച ഓസ്ബർഗ് ബിഷപ്പ് മരിച്ചപ്പോഴാണ് ആ സ്ഥാനത്തേക്ക് തന്നെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു വലിയ അംഗീകാരമായി അദ്ദേഹത്തിന് തോന്നി. ഓസ്ബർഗിൽ ബിഷപ്പായി ചാർജെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്യാസ വരിയ അദ്ദേഹം മാറ്റിയില്ല. അദ്ദേഹം പൗരന്മാരുടെ അവകാശത്തിന് വേണ്ടി എപ്പോഴും മുമ്പിൽ നിന്ന് പോരാടുമായിരുന്നു. സിവിൽ റൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വലിയൊരു മൂവ്മെൻറ്റാണ്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും. 6 മണി വരെ പള്ളിയിൽ വലിയ പ്രാർത്ഥനകളൊക്കെയാണ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകും, രോഗികളെയൊക്കെ ശുശ്രൂഷിക്കും. ആഹാരം കഴിക്കണമെങ്കിൽ 12 പാവപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് വരണം. അവരുടെ കാലൊക്കെ കഴുകി, യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ കാലൊക്കെ കഴുകി അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കും. അവർ ഭക്ഷിച്ച് തീരുമ്പോഴേ ബിഷപ്പ് ആഹാരം കഴിക്കുള്ളൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം. അങ്ങനെ ഈ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയും അവരുടെ കാല് കഴുകുകയും അവർക്ക് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അത്ഭുതകരമായ സംഭവം. അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ ശ്രദ്ധാർഹമായി രൂപതയുടെ കാര്യങ്ങളൊക്കെ ഇടപെടും. പകൽ ആഹാരം കഴിക്കുകയില്ല. അദ്ദേഹം വൈകിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഒരു ആഹാരം കഴിക്കും. അത് മാത്രമേ അദ്ദേഹത്തിന് ആഹാരമുള്ളൂ. ഈ അമിത ആഹാരം കുറച്ചാണോ അദ്ദേഹത്തിൻ്റെ രോഗം പോകാനുള്ള കാരണമെന്ന് സംശയിക്കുന്ന ചില ആളുകളുണ്ട്. എന്തായാലും ശരി, അത്താഴത്തിന് ഇരുട്ടിന് മുമ്പ് ഒരു ആഹാരം കഴിക്കും. പാവപ്പെട്ടവരാരെങ്കിലും വന്നാൽ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ബിഷപ്പ് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ, ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കുകയില്ല. പക്ഷേ പാവപ്പെട്ടവർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് ഇറച്ചി മീനും വിളമ്പാൻ പറയും അദ്ദേഹം. കാര്യം പാവപ്പെട്ടവർക്ക് പോഷകാഹാരക്കുറവൊക്കെ ഉള്ളതായിരിക്കും, പട്ടിണി കിടക്കുന്ന ആളല്ലേ. അവർക്ക് ഇറച്ചി മീനും എല്ലാം കൊടുത്ത് സുഭിക്ഷമായ ആഹാരം കൊടുത്ത ശേഷം അതിനിപ്പുറത്ത് ഇദ്ദേഹം ഇരുന്ന് കഴിക്കുന്നത് ചെറിയ ബീൻസും ചെറിയ വെജിറ്റബിൾ സൂപ്പൊക്കെ അദ്ദേഹം കഴിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും, ഞാൻ ഉപവസിക്കുന്നവർ എല്ലാവരും ഉപവസിക്കണം എന്നൊരു വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല.
ഇത് മറ്റുള്ളവരെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാപരമായ ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും കട്ടിൽ കിടക്കുകയില്ല. അദ്ദേഹത്തിന് പ്രത്യേക പാ വിരിച്ച് അദ്ദേഹം കിടക്കുകയില്ല. ബിഷപ്പിന് വേണ്ടി സാധാരണ ബിഷപ്പ്മാർ കിടക്കുന്ന കട്ടിമെത്തയും വിശാലമായൊരു ബെഡ്റൂമും ഉണ്ട്. അവിടെ ഒന്നും അദ്ദേഹം കിടക്കുകയില്ല. അദ്ദേഹം മുറ്റത്തിറങ്ങി പശുത്തൊഴിലിന് അടുത്ത് പുല്ല് വിരിച്ച ഒരു വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ഒരു കിടക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ അദ്ദേഹം കിടക്കുള്ളൂ. പുൽക്കൂട്ടിൽ ജനിച്ച യേശുക്രിസ്തുവിനെ പിന്തുടർന്ന് ഞാൻ പുൽക്കൂട്ടിൽ തന്നെ പുല്ലിൻ്റെ മേലിൽ കിടക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ തത്വം. അതുകൊണ്ട് ബിഷപ്പിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സുഖമായ കട്ടിലും മെത്തയൊന്നും അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അദ്ദേഹത്തിൻ്റെ രൂപതയ്ക്കകത്തായിരുന്നു വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസിദ്ധമായ പള്ളി. അംബ്രോസിൻ്റെ പ്രസിദ്ധമായ പള്ളി വലിയ മെയിൻ്റനൻസും ഇല്ലാതെ കിടക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട വിശുദ്ധ അംബ്രോസ്, ചക്രവർത്തിയോട് പോലും തൻ്റെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് എതിർത്ത് നിന്ന അംബ്രോസ്, അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇങ്ങനെ കിടന്നാൽ നോക്കിയതില്ല, ആ പള്ളി ഇങ്ങനെ കിടന്നാൽ നോക്കിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ വിശുദ്ധ അംബ്രോസിൻ്റെ പള്ളി പുതുക്കി പണിഞ്ഞ് ഒരു കത്തീഡ്രൽ പോലെ വലിയ വലിപ്പമുള്ള പള്ളിയാക്കി. അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന് വലിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ആ രൂപതയിലെ എല്ലാ പള്ളിയിലും, എല്ലാ ഇടവക പള്ളികളിലും അദ്ദേഹം ആണ്ടിലൊരിക്കൽ സന്ദർശിക്കും. ഇപ്പോഴത്തെ ബിഷപ്പ്മാരെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. കാരണം 365 ദിവസമേ ഉള്ളൂ. അതിൽ കൂടുതൽ പള്ളികൾ ഒരു ബിഷപ്പിൻ്റെ ഭരണസീമയിൽ കാണും. എല്ലായിടവും പോയി കാണുമെന്ന് പറഞ്ഞാൽ സാധ്യത പറയാനല്ല. പക്ഷേ ഓസ്ബർഗിലെ രൂപതയിലുള്ള എല്ലാ പാരിഷിലും അദ്ദേഹം ആണ്ടിലൊരിക്കൽ ചെന്നിരിക്കും. അവിടുത്തെ വിശ്വാസികൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ളതാണെങ്കിൽ സംരക്ഷിക്കും. ഭരണാധികാരികൾ സംസാരിക്കണമെന്ന് സംസാരിക്കും. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അവരുടെ ദാരിദ്ര്യം മാറ്റാൻ നോക്കും. ഇങ്ങനെ വ്യക്തിജീവിതത്തിൽ പാലിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹം ബിഷപ്പായി ചെയ്ത വലുതായ കാര്യങ്ങൾ. അങ്ങനെ അദ്ദേഹം അംബ്രോസിൻ്റെ കത്തീഡ്രൽ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയോട് ഒരു റിക്വസ്റ്റ് ഇട്ടു, എന്നെ വിശ്രമിക്കാൻ അനുവദിക്കണം. ഞാൻ 50 വർഷത്തോളം ഞാനിവിടെ ബിഷപ്പായിരുന്നു. 10-30 കൊല്ലമൊക്കെ ബിഷപ്പായിരിക്കുന്നത് കൊള്ളാം. പക്ഷേ 50 കൊല്ലം, 28 വയസ്സ് തൊട്ട് ഞാൻ 78 വയസ്സ് വരെ 50 കൊല്ലം ഇവിടെ ബിഷപ്പായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് വിശ്രമിച്ചൊരു സന്യാസാശ്രമത്തിൽ പോയി സന്യാസിയായി ജീവിക്കണം. മാർപ്പാപ്പ റിജക്റ്റ് ചെയ്തു. മാർപ്പാപ്പ പറഞ്ഞു, 50 കൊല്ലം കൊണ്ട് നിങ്ങൾ ഓസ്ബർഗിനെ വലിയൊരു രൂപതയാക്കി മാറ്റി, അവിടുത്തെ പാരിഷിനെ മുഴുവൻ നിങ്ങൾ മെച്ചപ്പെടുത്തി, ജീവകാരുണ്യ രംഗത്ത് അത്ഭുതം കാണിച്ചു, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി ആശുപത്രിയിൽ വലിയ സജ്ജീകരണങ്ങൾ ചെയ്തു, അംബ്രോസിൻ്റെ പ്രസിദ്ധമായ വിശുദ്ധ അംബ്രോസിൻ്റെ പള്ളി നിങ്ങൾ പുതുക്കി പണിഞ്ഞ് കത്തീഡ്രലിന് പരിവാക്കി. ഇത്രയൊക്കെ ചെയ്ത് നിങ്ങൾ വയസ്സുകാലത്ത് ഒരു ആശ്രമത്തിൻ്റെ മൂലയിൽ പോയി കിടക്കാനുള്ള ആളല്ല. ആശ്രമത്തിൽ പോകേണ്ട സന്യാസിമാരുണ്ട്. അവർ ചെറുപ്പം തൊട്ടേ യൗവനകാലം ഉൾപ്പെടെ ആശുപത്രിയിൽ ജീവിക്കും, ആശ്രമത്തിൽ ജീവിക്കും. നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ പിൻവലിക്കുന്നത് അനുവദിക്കത്തില്ല എന്ന് റിജക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പയെ ധിക്കരിക എന്നെ കൊണ്ടാവില്ല. ഞാൻ സന്യാസേവം പോയപ്പോഴാണ് അന്നത്തെ മാർപ്പാപ്പ എന്നെ ബിഷപ്പാക്കിയത്. ഇപ്പം ഞാൻ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. പുതിയ മാർപ്പാപ്പ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മാർപ്പാപ്പ ഒരിക്കലും ഞാൻ ധിക്കരിക്കുകയില്ല, അങ്ങ് പറയുന്ന പോലെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മാർപ്പാപ്പ പറഞ്ഞനുസരിച്ച് ബിഷപ്പ് സ്ഥാനത്ത് തുടർന്നു. അങ്ങനെ ഒരു 2 വർഷം തയ്യാറാവുമ്പോഴേക്കും അദ്ദേഹത്തിന് രോഗം വരാൻ തുടങ്ങി, ശരീരത്തിന് ക്ഷീണം വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ അച്ഛന്മാരെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മരണം അടുത്തു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പിതാവനും പുത്രനും പരിശുദ്ധാത്മാവൻ എന്ന് പറഞ്ഞ സ്തോത്രം കൂടി ചൊല്ലി. അത് കഴിഞ്ഞ് അദ്ദേഹം ദേവാലയത്തിൽ ബിഷപ്പന്മാരും അച്ഛന്മാരും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രസിദ്ധമായ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് വിശ്വാസികളോട് നിങ്ങൾ വിശ്വാസം കാത്തുകൊണ്ട് സഭയെ കാക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് തീർന്നപ്പോൾ ഉൾറിക് വളരെ സൈലൻ്റായി മരിച്ചു. വേദോസ്തത്തിൽ പറയും, നീതിമാൻ്റെ മരണം ഉറക്കം പോലെയെന്ന്. അപ്പോൾ നമ്മളൊക്കെ അബദ്ധവശാന്ന് ഉറങ്ങുന്ന പോലെ ഉൾറിക്ക് കിടന്നു. അദ്ദേഹം ഉറങ്ങുന്ന പോലെ തോന്നി എല്ലാവർക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ഉൾറിക്ക് മരിച്ചു കഴിഞ്ഞു. മരണം എങ്ങനെയാണെന്നുള്ളതൊരു മനുഷ്യൻ്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതം, ശ്രേഷ്ഠമായ മരണം, ദൈവം മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു ജീവിതം. ഒരു രാജാവിൻ്റെ മകനായി ജനിച്ചിട്ട് പോലും ആ രാജകുമാരൻ
സഭയുടെ പാതയിൽ വന്നപ്പോൾ വിശുദ്ധിയുടെ മകുടം ചൂടി. അതുകൊണ്ടാണ് സഭ ആദ്യമായി പ്രൊസീജിയർ അനുസരിച്ച് ഒരാളിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏറ്റവും ആദ്യമായി അത് ഉൾറിക്കിനെയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഉൾറിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച സംഭവം. ആ പ്രൊസീജിയർ ലേ ഡൗൺ ചെയ്തതും നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഉൾറിക്കിൻ്റെ വിശുദ്ധനാക്കാനുള്ള പ്രൊസീജിയർ ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ ഉൾറിക്ക് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഉൾറിക്ക് മരിക്കുന്നത് 1973 ജൂലൈ 4 തീയതിയാണ്. ഇപ്പോൾ ജൂലൈ 4 തീയതി അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യദിനമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെയും പ്രസിദ്ധമായ പല സംഭവം നടന്ന ദിവസമാണ് ഈ ജൂലൈ 4. ആ ജൂലൈ 4 ഉൾറിക്ക് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ ജീവിതവും ഒക്കെ ഈ മാർപ്പാപ്പയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് 135ാമത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 7 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. 974 മുതൽ 983 വരെയാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഭരിച്ചിരുന്നത്. അദ്ദേഹം റോമക്കാരനായിരുന്നു. റോമിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. തൻ്റെ മുൻഗാമിയെ കഴുത്ത് ഞെരിച്ച് കൊന്നു കഴിഞ്ഞപ്പം വത്തിക്കാനിൽ വല്ലാത്ത പ്രശ്നമായി. അതിനു മുമ്പിലത്തെ 8 മാർപ്പാപ്പമാർ അപകടമരണം പ്രാപിച്ചവരാണ്. മരിച്ചു കഴിഞ്ഞ് അവഹേളിക്കപ്പെട്ടവരുണ്ട് 2 പേരെ കൂട്ടത്തിൽ. ഈ വലിയ ശ്രേണിയിലേക്ക് അടുത്തൊരാൾ കാലുവെക്കുമ്പോൾ ഇനി എന്താവും അവസ്ഥ എന്ന് പലരും അത്ഭുതപ്പെട്ടിരുന്നു. ഈ അവസ്ഥയിലാണ് 974 ഒക്ടോബറിൽ ബെനഡിക്റ്റ് 7 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് നേരത്തെ ക്രേറ്റൻ ബഹളം ഉണ്ടാക്കിയല്ലോ പഴയ മാർപ്പാപ്പയുടെ ബ്രദർ. അയാളെ ഓട്ടോ രാജാവിനെ അടിച്ചമർത്തിയിരുന്നു. പക്ഷേ ഓട്ടോയുടെ സൈന്യം തിരിച്ചു പോയപ്പം അങ്ങനെ വീണ്ടും തലപൊക്കി. അയാൾ എന്ത് ചെയ്തു? ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരാളിനെ റൈവൽ മാർപ്പാപ്പയായി പ്രഖ്യാപിച്ചു. എന്നിട്ട് അങ്ങനെ അദ്ദേഹത്തിനൊരു പേര് കൊടുത്തു, ബൊനിഫിസ് 7 എന്ന്. ചരിത്രത്തിലെ പ്രസിദ്ധരായ ബൊനിഫിസ് മാർപ്പാപ്പയുടെ ചരിത്രം നമ്മൾ ഡിസ്കസ് ഇനിയും ചില മാർപ്പാപ്പയുടെ ബൊനിഫിസ് നാമധാരികളുണ്ട്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം പേഗൻ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് ജർമ്മൻകാരെ കൊണ്ടുവരുന്നത് പ്രസിദ്ധനായ ബൊനിഫീസാണ്. അത് കഴിഞ്ഞൊരു 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ സമയത്താണ് ആ നാമധേയത്തിലായിട്ട് ഒരു റൈവൽ മാർപ്പാപ്പയെ അവർ കൊണ്ടുവരുന്നത്. ആ മാർപ്പാപ്പയ്ക്കിട്ട പേരോ ഫ്രാങ്കോ. നമ്മളൊക്കെ സ്പാനിഷ് സിവിൽ വാറിൻ്റെ ചരിത്രം കാണുമ്പോൾ 1936 ഓൺവേർഡ്സ് ഫ്രാങ്കോ ഇവിടെ പ്രസിദ്ധമായ ചരിത്രം നമ്മൾ കാണും. സ്പാനിഷ് സിവിൽ വാറിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചമർത്തിയ ഫ്രാങ്കോ, ആ പേരുകാരനായിരുന്നു ഈ റൈവൽ മാർപ്പാപ്പ. അദ്ദേഹം എന്ത് ചെയ്തു? മാർപ്പാപ്പയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാർപ്പാപ്പ വത്തിക്കാനില്ലാത്ത സമയത്ത് ഈ റൈവൽ മാർപ്പാപ്പ കുറേ വിപ്ലവകാര്യങ്ങളെ കൊണ്ട് വന്നു. വത്തിക്കാൻ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഉത്തരവിട്ടു, വത്തിക്കാനുള്ള സ്വർണം, വത്തിക്കാൻ്റെ പൈസ, വത്തിക്കാനിൽ വിലയേറി എന്തെങ്കിലും ഉണ്ടോ അത് മുഴുവൻ കണ്ടെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വത്തിക്കാൻ മുഴുവൻ കയറി പരിശോധിച്ച് അവിടെയുള്ള സ്വർണം, പൈസ, വിലയേറിയ വസ്തുക്കൾ ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതുകൊണ്ട് ഒറ്റ വിടിയിൽ വിട്ടു കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. കോൺസ്റ്റാന്റിനോപ്പിളിൽ ചെന്നാലേ അവിടുത്തെ ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യും മാർപ്പാപ്പയ്ക്കെതിരെ എന്നായിരുന്നു ഈ ബൊനിഫീസ് റൈവൽ മാർപ്പാപ്പയുടെ വിചാരം. ബെനഡിക്റ്റ് 7 ആക്ച്വലി സൂത്രി എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്നു. അപ്പോഴാണ് ഈ ചക്രവർത്തിയുടെ സപ്പോർട്ടോട് കൂടി മാർപ്പാപ്പയാവുന്നത്. അപ്പോൾ ക്രേഷ്യൻസ് എന്ത് ചെയ്തു? മാർപ്പാപ്പയെ കൊല്ലാൻ തീരുമാനിച്ചു. കാര്യം സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് ബൊനിഫീസ് പോയി. അപ്പോൾ മാർപ്പാപ്പ തിരിച്ചു വന്നപ്പം ഈ വിപ്ലവകാരികൾ വീണ്ടും സംഘടിച്ചു. അങ്ങനെ വത്തിക്കാനകത്ത് കയറി മാർപ്പാപ്പയെ മുൻഗാമിയെ ചെയ്ത പോലെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഓട്ടോ പറഞ്ഞു, കഴിഞ്ഞാണ് നമ്മൾ മാർപ്പാപ്പയെ രക്ഷിച്ചത്. സൈന്യം യുദ്ധത്തിന് പിന്മാറിയപ്പോഴല്ലേ മാർപ്പാപ്പയെ കൊന്നത്. അതുകൊണ്ട് ഇത്തവണ സൈന്യം പിന്മാറണ്ട, സൈന്യം വത്തിക്കാനിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ സൈന്യം ഒരു 2 കമ്പനി സൈന്യം 200ഓളം പട്ടാളക്കാർ വത്തിക്കാന് കാവൽ നിന്നു, പുറത്തും അകത്തുമായിട്ട്. അവർ മാരകായുധങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. വിപ്ലവകാരികൾ ധൈര്യം ഉണ്ടായില്ല മാർപ്പാപ്പയെ ആക്രമിക്കാൻ. അല്ലായിരുന്നെങ്കിൽ മാർപ്പാപ്പ കൊല്ലപ്പെട്ടനായിരുന്നു. അങ്ങനെ മാർപ്പാപ്പ രക്ഷപ്പെട്ടു. ഈ മാർപ്പാപ്പ
വളരെ ഭംഗിയായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, കത്തോലിക്ക വിശ്വാസം സാധാരണ ജനങ്ങളുടെ ഇടയിൽ പാലിക്കപ്പെടാനുള്ള നിയമ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തത്, സഭയ്ക്കകത്ത് ഒരുപാട് അഴിമതി ഉണ്ടായിരുന്നു. അന്നത്തെ സേനാനായകന്മാരോ ചക്രവർത്തിയോ രാജകുടുംബാംഗങ്ങളോ പറയുന്നതനുസരിച്ച് ബിഷപ്പിന് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇത് വളരെ അപകടകരമായ രീതിയിൽ സഭയെ ബാധിച്ചിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, ഇത് പാടില്ല, ക്രൈസ്തവ സഭയ്ക്കകത്ത് കറപ്ഷൻ പാടില്ല. ഈ രണ്ട് രംഗങ്ങളിൽ മാർപ്പാപ്പ ശ്രദ്ധേയമായ ചില നേട്ടങ്ങൾ കൈവരിച്ചു. 1983 ജൂലൈ 10 മാർപ്പാപ്പ ഏതാണ്ട് 9 വർഷത്തെ ഭരണത്തിന് ശേഷം ആണ് കാലയവനിയയ്ക്കുള്ളിൽ പോയത്. ഈ മാർപ്പാപ്പയുടെ 9 വർഷത്തെ ഭരണകാലം ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ നിർണായകമായ സംഭവങ്ങൾ നടന്ന കാലഘട്ടമാണ്. എന്താണ് ലോകചരിത്രത്തിൽ നടന്ന പ്രസിദ്ധമായ ചില കാര്യങ്ങൾ? അതിലേറ്റവും ആദ്യത്തത്, ഗസ്നിയിലെ സബുക്തുജൻ എന്ന് പറഞ്ഞ ഭരണാധികാരി, ബാഗ്ദാദ് ഇടയ്ക്ക് പിടിച്ച ഭരണാധികാരി, അങ്ങാർക്കൊരു അടിമയുണ്ടായിരുന്നു. ആ അടിമ വളരെ സമർത്ഥനായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അഫ്ഗാനിസ്ഥാൻ കീഴടക്കാനായി വിട്ടു. അങ്ങനെ അയാൾ അഫ്ഗാനിസ്ഥാൻ്റെ മേജർ ഭാഗങ്ങൾ കീഴടക്കിയ ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മനുഷ്യനാണ് മുഹമ്മദ് ഓഫ് ഗസ്നി, ഇന്ത്യയെ പിന്നീട് ആക്രമിച്ച മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി അഫ്ഗാനിസ്ഥാൻ പിടിച്ചു. അപ്പോൾ അദ്ദേഹം കാലിഫയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ അടിമയായിരുന്നു പണ്ട്, അങ്ങെന്നെ സംരക്ഷിച്ചു, എനിക്ക് സൈന്യത്തെ തന്നു, ഞാനിവിടെ വന്നു, ഞാൻ സബുക്തുജനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ കാലിഫയോട് എൻ്റെ കൂറ് നഷ്ടപ്പെടുന്നില്ല. കാലിഫ എന്നെ സപ്പോർട്ട് ഇടുന്നത്. കാലിഫ എന്ത് ചെയ്യുന്നറിയാമോ? അബ്ബാസിഡ് കാലിഫ്സിനെ അറ്റാക്ക് ചെയ്ത ആളാണ് സബുക്തുജൻ. അതുകൊണ്ട് സബുക്തുജനെതിരെ ഒരാളെ പൊങ്ങി വന്നപ്പോൾ കാലിഫ ഗസ്നിയെ സപ്പോർട്ട് ചെയ്തു. കാലിഫ ഗസ്നിയെ അംഗീകരിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സ്വതന്ത്ര ഭരണാധികാരിയായി വിപ്ലവം പ്രഖ്യാപിച്ച മുഹമ്മദ് ഗസ്നി അവിടുത്തെ ഭരണാധികാരിയായി. ഇത് ഇന്ത്യ ചരിത്രത്തിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു സംഭവമാണ്. രണ്ടാമത്തെ, 1977 ചൈനയിൽ വലിയൊരു സംഭവം ഉണ്ടായി. ചൈനയിലെ അറിവ് മുഴുവൻ സംഹരിക്കാനായി ക്രിസ്തുവിന് 221 വർഷങ്ങൾക്ക് മുമ്പ് ചിൻ ഷീഹ്വാങ് ചക്രവർത്തി ശ്രമം ആരംഭിച്ചിരുന്നു. ആ ശ്രമം ഏതാണ്ട് 1000 വർഷം പൂർത്തിയായപ്പോഴേക്കും ചൈനക്കാരുടെ മുഴുവൻ അറിവും കൂടി 1000 പുസ്തകങ്ങൾ അവർ സമാഹരിച്ചു. 1000 പുസ്തകങ്ങൾ. അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ. ഇപ്പോഴും അതിനെ വിളിക്കുന്നത് എൻസൈക്ലോപീഡിയ സിനിക്ക എന്ന് വിളിക്കുന്നതാണ്. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ 34,000 പേജേ ഉള്ളൂ. പക്ഷേ ചൈനയുടെ എൻസൈക്ലോപീഡിയ 1000 വോള്യങ്ങളിലായി ഏതാണ്ട് 10 ലക്ഷം പേജിന് ഈക്വലൻ്റാണ്. ഇത് എഴുതാനായി ചൈനക്കാർ എഴുതുന്ന ആമയുടെ തോടിലാണ്. ആമയുടെ തോടിൽ എഴുതാൻ പറഞ്ഞു. 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞു, രാജാവ് ഇനി എഴുതാൻ പറ്റത്തില്ല. അദ്ദേഹം ചോദിച്ചാൽ അതെന്തുവാ? അത് ആമയുടെ തോട്ടിലാണ് നമ്മൾ എഴുതുന്നത്, ഉള്ള ആമയെല്ലാം കൊന്ന് ഞങ്ങൾ തിന്നെ അതിൻ്റെ തോട് മുഴുവൻ എഴുതി കഴിഞ്ഞ് ഇനി ആമയെ കിട്ടുന്നില്ല എഴുതാനെന്ന് പറഞ്ഞു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ പിക്കിങ്ങിൻ്റെ ഒരു 75 കിലോമീറ്റർ വടക്ക് ഒരു വലിയ പാറയുണ്ട്, അതിന് കുറേ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്തെല്ലാം ഭിത്തിയെല്ലാം അങ്ങോട്ട് കൊത്തി വെക്കുക, പിന്നെ ആ പാറയുടെ പുറത്തും അങ്ങോട്ട് എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെ 75 ഏക്കർ സ്ഥലത്ത് നിൽക്കുന്ന പാറയുടെ പുറത്തോട്ട് ഈ പണ്ഡിതന്മാരിരുന്ന് എഴുതാൻ തുടങ്ങി. അങ്ങനെ 10-70 വർഷം കൊണ്ട് ഈ 1000 വോളിയൂംസുള്ള 1 ലക്ഷം പേജുള്ള അല്ലെങ്കിൽ 10 ലക്ഷം പേജുള്ള എൻസൈക്ലോപീഡിയ എഴുതി തീർത്തു. ഇപ്പോഴും ലോകചരിത്രത്തിൽ വലിയ അത്ഭുതമാണ് ഒരു എൻസൈക്ലോപീഡിയ ഒരു 75 ഏക്കർ വിസ്തീർണമുള്ളൊരു പാറയുടെ പുറത്ത് കൊത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ പൂർത്തീകരണം നടന്നത് 1974 ഇത് ക്രൈസ്തവ സഭയെ സാധിച്ചു. ക്രിസ്ത്യാനികൾ അവരുടെ അറിവ് ഇതുപോലെ ശേഖരിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ എന്നും പിന്നെ കാതലിക് എൻസൈക്ലോപീഡിയ എന്നും പറയുന്ന എൻസൈക്ലോപീഡിയയുടെ ഉത്ഭവം. മറ്റ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ എൻസൈക്ലോപീഡിയ ഉണ്ടാക്കണമെന്ന് ആശയം ഉണ്ടായതും ഈ വലിയ എൻസൈക്ലോപീഡിയയിൽ നിന്നാണ്. 1977 വളരെ പ്രത്യേകമായ ഒരു സംഭവം ഉണ്ടായി. അതാണ് പാലാഡോറോ എന്ന് പറയപ്പെടുന്ന റീഡ് ടേബിൾ. സെൻറ്റ് മാർക്കിൻ്റെ വെനീസിലെ പ്രസിദ്ധമായ പള്ളിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. രത്നങ്ങൾ പതിച്ച ഒരു മേശ. ആ മേശ പൂജ്യദ്രവ്യങ്ങൾ സൂക്ഷിക്കാനും പുണ്യ ദിവസങ്ങളിൽ ആരാധിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു അത്ഭുത സംഭവമായിരുന്നു. ഇപ്പോഴും അത് അതുപോലെ സംരക്ഷിക്കപ്പെടുന്നു. വെനീസിൽ എത്രയോ ആക്രമണങ്ങൾ നടന്നു, പക്ഷേ ഈ പാലാഡോറോ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടു നിൽക്കുകയാണ്.
978 എഡ്വേർഡ് ദ മാർട്ടിയർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ രാജാവിനെ കൊന്നു. അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിന് തന്നെ കൊട്ടാരത്തിലിരിക്കുമ്പോഴാണ്. കോർഫെ കാസിൽ എന്ന് പറയുന്ന കാസിലിരിക്കുമ്പം രാജാവിനെ എതിർ ഗ്രൂപ്പ് വന്ന് കൊല്ലുകയാണ് ഉണ്ടായത്. അതിന് ബ്രിട്ടീഷ് ചരിത്രത്തിൽ കുറേ മാറ്റമുണ്ടായി. അത് സഭയുടെ ചരിത്രത്തിലും സ്വാധീനമുണ്ടാക്കിയ ഒരു സംഭവമാണ്. 979 നോർസ്മെൻ അയർലൻഡ് പിടിക്കാനായിട്ട് നോക്കി. അവർ പിടിക്കാനായിട്ട് നോക്കിയപ്പം അയർലൻഡിൽ അന്ന് മലാക്കി രണ്ടാമൻ എന്ന് പറയുന്ന രാജാവായിരുന്നു. അയർലൻഡിലെ മലാക്കി രണ്ടാമൻ സൈന്യത്തെയൊക്കെ ശേഖരിച്ച് അദ്ദേഹം വന്ന് ഈ നോർസ്മെനെ നേരിട്ടു. ടാറ എന്ന് പറയുന്ന സ്ഥലം നടന്ന യുദ്ധത്തിൽ ടാറ യുദ്ധത്തിലാണ് അവരെ പരാജയപ്പെടുത്തിയത്. എങ്ങനെ അവരെ പരാജയപ്പെടുത്തി നോർസ്മെൻ അയർലൻഡ് പിടിച്ചെടുക്കുന്നത് അദ്ദേഹം തടഞ്ഞു. 980 പ്രസിദ്ധമായൊരു സംഭവം. അതെന്താണെന്ന് ചോദിച്ചാൽ സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെ മൊണാസ്റ്റിക് റൂൾ എന്ന് പറയുന്ന പ്രസിദ്ധമായ അച്ചടക്ക സംഹിത, അത് ഈതൽ വുഡ് എന്ന് പറയുന്ന സഭാപിതാവ് അദ്ദേഹം ഇംഗ്ലീഷോട് തർജ്ജമ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ആംഗ്ലോ സാക്സൺ ഭാഷയോട് തർജ്ജമ ചെയ്തു. അത് തർജ്ജമ ചെയ്ത ശേഷം ഈതിലൂടെ അത് സൂക്ഷിച്ചു സഭയ്ക്ക് വേണ്ടി. അദ്ദേഹത്തെ പിന്നീട് മാർപ്പാപ്പ ബിഷപ്പായി വായിച്ചു. അദ്ദേഹമാണ് ബിഷപ്പ് ഓഫ് വിഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ ഈതൽ വുഡ്. അപ്പോൾ ആ ഒരു തർജ്ജമ ചെയ്ത പുസ്തകം ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിൽക്കാലത്ത് നോർസ്മെനെ ക്രിസ്തുമതത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ്. ഈ മാർപ്പാപ്പയുടെ കാലത്തുള്ള മറ്റ് സംഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.